ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള 7 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്കൊരു 12 വോൾട്ട് DC മോട്ടോർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ടേബിൾ ഫാൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി ഞാനൊരു പഴയ ടേബിൾ ഫാനിൻ്റെ ചെയിസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു DC മോട്ടറും, പിന്നെ ഒരു 4 നെറ്റ് ബോൾട്ടുകളും. നെറ്റ് ബോൾട്ടുകൾ ഓൾറെഡി ഇതിൽ തന്നെ ഉള്ള നെറ്റ് ബോൾട്ടുകളാണ്. 4 PVC ഷീറ്റുകൾ എടുത്ത് 4ൻ്റെയും ഏതെങ്കിലും ഒരു വശത്തായി നെറ്റ് ബോൾട്ടുകൾ കൊള്ളുന്ന തരത്തിൽ ചെറിയ ഹോളുകൾ ഇടുക. ഇനി നമുക്ക് ഈ DC മോട്ടോർ ചേസിൻ്റെ നടുഭാഗത്തായി ഉറപ്പിച്ച് നിർത്തണം. ഇതിനായി PVC ഷീറ്റ് L ഷേപ്പിൽ വളച്ചെടുക്കുക. ഇനി നമുക്ക് ഈ PVC ഷീറ്റുകൾ ചേസിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 4 ഷീറ്റുകളും സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് DC മോട്ടർ ഒന്ന് വെച്ച് നോക്കാം. PVC ഷീറ്റ് DC മോട്ടറിനേക്കാൾ അല്പം നീളം കൂടിയത് കൊണ്ട് ഷീറ്റിൻ്റെ അല്പം മുറിച്ച് കളയാം. ഇപ്പോൾ ഷീറ്റ് മുറിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് DC മോട്ടറിനെ PVC ഷീറ്റിൽ വയർ ടാഗ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി NC ഉപയോഗിച്ച് DC മോട്ടറിൽ ലീഫ് സെറ്റ് ചെയ്യാം. DC മോട്ടറിലേക്ക് ഡയറക്റ്റ് ലീഫ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ടൈറ്റ് ആവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ NC ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ DC മോട്ടർ ലീഫ് സെറ്റാകുന്ന വിധത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലീഫ് വെച്ച് സെറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള നെറ്റ് വെച്ച് വയർ ടാഗ് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് DC മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. ഇതിനായി ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വയർ എടുത്ത് DC മോട്ടറിൽ നിന്നും
സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്കുള്ള കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗം വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി ഫാനിൻ്റെ പിൻവശത്തായി DC മോട്ടറും PVC ഷീറ്റും കാണാത്ത വിധത്തിൽ അടച്ചെടുക്കാം. ഇപ്പോൾ ഈ DC ഫാനിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു 12 വോൾട്ട് DC അഡാപ്റ്റർ ഉപയോഗിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ അതിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. AC മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന അത്രയും കാറ്റ് ഇതിൽ നിന്ന് കിട്ടണമെന്നില്ല. എന്നാലും ഒരു ചെറിയ മുറിയിലേക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാറ്റ് തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.